യുദ്ധം തീർന്നതായി ഡൊണാൾഡ് ട്രംപ് 5 ദിവസത്തെ വെടിനിർത്തൽ പ്രഖ്യാപിച്ചുകൊണ്ട് സോഷ്യൽ ട്രൂത്തിൽ ചില വൈകാരികമായിരിക്കുന്ന വിഷയങ്ങൾ പ്രതിപാദിച്ചുകൊണ്ട് ഡൊണാൾഡ് ട്രംപ് ഇങ്ങനെ പറഞ്ഞു. വരാൻ പോകുന്ന ദിവസങ്ങളിൽ, അതായത് 5 ദിവസങ്ങൾക്കിടയിൽ വൈദ്യുതി കേന്ദ്രത്തിന് നേരെയോ ഊർജ മേഖലയ്ക്ക് നേരെയോ ആക്രമിക്കുകയില്ല എന്നുള്ളതും 5 ദിവസം വെടിനിർത്തൽ പ്രഖ്യാപിക്കുകയാണ്, സമാധാനമായിരിക്കുന്ന ഒരു ചർച്ചയ്ക്ക് തങ്ങൾ ഒരുക്കമാണ് എന്നും ഇതിനിടയിൽ തന്നെ 2 പ്രാവശ്യമായി ഇറാന്റെ പ്രതിനിധികളുമായിട്ട് ചർച്ച നടത്തിയിട്ടുണ്ട്. അതൊരു സൂചകമായിട്ടാണ് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത്. അതുകൊണ്ട് തന്നെ ഇനി മുന്നോട്ട് കുറച്ചും കൂടി വിശാലമായ രീതിയിൽ ചർച്ച ചെയ്തുകൊണ്ട് പ്രശ്നപരിഹാരത്തെക്കുറിച്ച് ആലോചിക്കാം എന്ന് 23 ദിവസത്തെ യുദ്ധത്തോടനുബന്ധിച്ച് ഇതാദ്യമായിട്ട് അമേരിക്ക പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ച കാര്യങ്ങൾ നമ്മളത് പ്രത്യേകമായി പഠിക്കേണ്ടതാണ്. 48 മണിക്കൂർ കൊണ്ട് ഹോർമുസ് തുറക്കാൻ വേണ്ടി ഇറാൻ ശ്രമിച്ചിട്ടില്ലെങ്കിൽ വലിയ രീതിയിലുള്ള പ്രത്യാഘാതം നേരിടേണ്ടി വരുമെന്നും യൂറോപ്യൻ രാജ്യങ്ങളടക്കം തങ്ങളോട് സഹകരിച്ചിട്ടുള്ള ഒരു തുറന്ന യുദ്ധത്തിന് അല്ലെങ്കിൽ തയ്യാറെടുക്കണം എന്നുള്ളതുമായിരുന്നു ഇറാൻ പറഞ്ഞത്. ഇറാന്റെ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ വളരെ കൃത്യതയോടുകൂടി അതിന് മറുപടി നൽകി. യുദ്ധത്തിന് ഞങ്ങൾ തയ്യാറാണെന്ന് എപ്പോഴോ പറഞ്ഞതാണല്ലോ, ഞങ്ങൾ താൽക്കാലിക യുദ്ധ പരിഹാരത്തെക്കുറിച്ച് ഞങ്ങൾ ആലോചിക്കുന്ന പോലുമില്ല. സ്ഥിരമായിരിക്കുന്ന യുദ്ധ പരിഹാരത്തെക്കുറിച്ച് മധ്യസ്ഥ ആരെങ്കിലും സംസാരിക്കുകയാണെങ്കിൽ ആലോചിക്കാം. 5 വർഷത്തെ യുദ്ധത്തിനുള്ള എല്ലാ സംവിധാന കാര്യങ്ങളും തങ്ങൾ ഒരുക്കിയിട്ടുണ്ട് എന്ന് മാത്രമല്ല പറഞ്ഞു വെക്കുന്നത്, പ്രവിശ്യ യുദ്ധത്തിന് പോലും ഞങ്ങളുടെ സൈന്യത്തെ തയ്യാറാക്കിയിരിക്കുന്നു. അത് നിങ്ങൾക്ക് മാരകമായിരിക്കുന്ന മുറിവേൽക്കുന്ന യുദ്ധമാണ് വരാൻ പോകുന്നത്. തെഹ്റാൻ വീണാലും യുദ്ധം അവസാനിക്കില്ല. ഇറാൻ എന്ന് പറയുന്ന രാജ്യം 31 രാജ്യമായി ഓട്ടോമാറ്റിക്കായിട്ട് മാറും. അവിടെ ഓരോരോ പ്രവിശ്യകൾക്കും പ്രത്യേകമായിരിക്കുന്ന സൈന്യവും സംവിധാനങ്ങളും ആയുധങ്ങളും മിസൈലുകളും വെടിക്കോപ്പുകളും യുദ്ധവിമാനങ്ങളും ഉണ്ട്. എല്ലാ കാര്യങ്ങളും സംഘടിപ്പിച്ച് വെച്ചിട്ടുണ്ട്, രൂപപ്പെടുത്തി വെച്ചിട്ടുണ്ട്. നിസ്സാരമായ രീതിയിലോ ലളിതമായ രീതിയിലോ ഇറാനെ കീഴ്പ്പെടുത്തുക എന്നുള്ളത് വെറുതെ സ്വപ്നം കാണുക മാത്രമാണ്. അതൊക്കെ അസാധ്യമാണ്, നടക്കുന്ന ഒരു കാര്യവുമല്ല എന്നുള്ളത്. ഈ 5 ദിവസത്തെ യുദ്ധപ്രഖ്യാപനത്തിൻ്റെ യുദ്ധവിരാമവുമായിട്ട് ബന്ധപ്പെട്ട കാര്യം ഡൊണാൾഡ് ട്രംപ് പ്രസ്താവിച്ചതോടുകൂടി തന്നെ എണ്ണ വില ഇടിഞ്ഞതായിരിക്കുന്ന വിവരം പുറത്തു വന്നു. ആദ്യഘട്ടത്തിൽ $76 ബാരലിനുള്ള സമയത്താണ് യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടത്. പിന്നീട് അതിങ്ങനെ കുതിച്ചു കയറുകയായിരുന്നു. 145, അതായത് ഇരട്ടിയോളം വന്നു. പിന്നെ സൂക്ഷിക്കപ്പെട്ട പെട്രോളിയങ്ങൾ വിതരണം ചെയ്യണം എന്നുള്ളൊരു പ്രസ്താവന വന്നതോട് കൂടിയിട്ട് അല്പം കുറഞ്ഞു. 110, 120 ആ റേഞ്ചിലേക്ക് വന്നു. ഇപ്പോൾ 96 വീണ്ടും ഇടിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. അതായത് ഇനിയിപ്പോൾ അടുത്ത ഘട്ടം എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. ഈ കാര്യവുമായിട്ട് ബന്ധപ്പെട്ട വിഷയം ഇറാൻ ചർച്ച ചെയ്തിട്ടില്ല. ഇറാന്റെ പ്രതികരണം പുറത്ത് വന്നിട്ടുമില്ല. ഇറാൻ ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ യുദ്ധത്തിന് തയ്യാറാണ്, തങ്ങൾ ആക്രമിക്കുന്ന സർവ്വ മേഖലയും നാശമാക്കാത്ത രീതിയിൽ യുദ്ധം തീരുകയില്ല. മാത്രവുമല്ല, യുദ്ധവിരാമം എന്ന് പറഞ്ഞാൽ മധ്യസ്ഥ ശ്രമത്തോട് കൂടിയിട്ടാണ് യുദ്ധം അവസാനിക്കുന്നതെങ്കിൽ ഇറാൻ മുന്നോട്ട് വെച്ചിരിക്കുന്ന ചില നിർദ്ദേശങ്ങളുണ്ട്. യുറേനിയം സമ്പുഷ്ടീകരണം ഞങ്ങൾ തുടരും, മിസൈൽ പദ്ധതി ഞങ്ങൾ ഉപേക്ഷിക്കില്ല. ആ മിസൈലാണ് ഇറാൻ എന്ന് പറയുന്ന രാജ്യത്തെ രക്ഷിച്ചത്. മിസൈൽ ഇല്ലായിരുന്നെങ്കിൽ വളരെ എളുപ്പത്തിൽ തന്നെ ഈ രാജ്യം കീഴടക്കാനും അവർ ഉദ്ദേശിക്കുന്ന തരത്തിൽ ഭരണ സംവിധാനം കൊണ്ടുവരാനും അവർക്ക് സാധിക്കും. അപ്പോൾ ഞങ്ങളുടെ പ്രതിരോധവുമായിട്ട് ബന്ധപ്പെട്ട സംവിധാനങ്ങൾ ഞങ്ങൾക്ക് രക്ഷ നൽകിയത് ഈ പറയപ്പെട്ട മിസൈലാണ്. ആ നിർമ്മാണം ഒരിക്കലും ഞങ്ങൾ നിർത്തിവെക്കില്ല, അതേക്കുറിച്ച് സംസാരിക്കുകയും വേണ്ട. അടുത്തതാണ് വിഷയം. അടുത്ത വിഷയം പറയുന്നത് തങ്ങളുടെ രാജ്യത്തെ അന്യായമായ രീതിയിൽ ആക്രമിച്ചതാണ് ഇസ്രായേലും അമേരിക്കയും. ഞങ്ങളുടെ ഹൃദയം പോലെയുള്ള ആത്മീയ നേതാവ് ആയത്തുള്ള അലി ഖംനായിയെ ഭീകരമായ രീതിയിലാണ് കൊലപ്പെടുത്തിയത്. അവിടെ മാത്രം അവസാനിച്ചിട്ടില്ല, അതിൻ്റെ തുടർച്ചയായ രീതിയിൽ ഏകദേശം ഏറ്റവും ഉന്നതരായിരിക്കുന്ന 12ഓളം ആളുകളെ കൊലപ്പെടുത്തി. അത് ഞങ്ങളുടെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്കുണ്ടായിരിക്കുന്ന ഏറ്റവും വലിയ ആഘാതമാണ്. അവിടെ അവസാനിച്ചില്ല. ചെറിയ കുട്ടികൾ പഠിക്കുന്ന സ്കൂളിന് നേരെ ബോംബിട്ട് 165 കുട്ടികളെ കൊലപ്പെടുത്തി. ഒന്നും അറിയാത്ത പാവങ്ങൾ കത്തിക്കരിഞ്ഞു പോയ മൃതദേഹങ്ങൾ ഞങ്ങൾക്ക് മറക്കാൻ പറ്റുന്നൊന്നല്ല. ചോരക്ക് ചോര എന്ന നിലക്ക് പകരത്തിന് പകരം ചോദിക്കുകയാണ് ഞങ്ങൾ ചെയ്തത്. അത് തുടരുക തന്നെ ചെയ്യും. നിങ്ങൾ എന്തിന് യുദ്ധം അവസാനിപ്പിക്കുന്നു, നിർത്താൻ വേണ്ടി പറയുന്നു എന്നൊരു ചോദ്യം പ്രസക്തമായ രീതിയിൽ തന്നെ ഇറാന്റെ ഭാഗത്ത് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ലോക ചരിത്രത്തിൽ ആദ്യമായി അമേരിക്ക എന്ന് പറയുന്ന ഒരു രാജ്യം മുസ്ലിം രാജ്യത്തിന് മുൻപിൽ ആയുധം കീഴ വെച്ചുകൊണ്ട് അടിയറവ് പറഞ്ഞിരിക്കുന്നു എന്നുള്ളത് വരാൻ പോകുന്ന കാലത്ത് പോലും ചരിത്രത്തിൽ ഇടം തേടുന്ന സംഭവമായിട്ട് തന്നെ വ്യാഖ്യാനിക്കുകയാണ്.
അപ്പോൾ മുട്ടിലേഞ്ഞുകൊണ്ടാണ് ഈ ഇറാനുമായിട്ട് ബന്ധപ്പെട്ട ഈ കാര്യത്തെക്കുറിച്ച് സംസാരിച്ചത്. US സെക്രട്ടറിയും ട്രംപിൻ്റെ മരുമകനായിരിക്കുന്ന കുഷ്ണറുമായാണ് ഈ വിഷയം സംസാരിച്ചത്. ഇറാൻ്റെ പ്രതിനിധി ആരാണ് എന്നുള്ളതിനെക്കുറിച്ച് വിവരമില്ല. ഫ്രാൻസും തുർക്കിയും ഖത്തറും മധ്യശ്രമത്തിൽ പങ്കെടുത്തിട്ടുണ്ട് എന്ന് പറയപ്പെടുന്നു. ഔദ്യോഗികപരമായിരിക്കുന്ന അവരുടെ വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല. ഏതായിരുന്നാലും അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നഷ്ടപ്പെട്ട സൈനികരുടെ എണ്ണത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പോൾ വിശ്വസനീയമായിരിക്കുന്ന ഒരു റിപ്പോർട്ട് പുറത്തു വന്നിട്ടില്ലെങ്കിലും നമ്മൾ കിട്ടിയ റിപ്പോർട്ട് വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ ഇറാഖ് യുദ്ധത്തിൽ അമേരിക്കക്ക് നഷ്ടപ്പെട്ട സൈനികരെ ഇരട്ടിയോളം ഈ ഒരു യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് അമേരിക്ക നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. അന്നത്തെ ജോർജ് ബുഷിൻ്റെ കണക്ക് പ്രകാരം 5000 സൈനികർ ഞങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നാണ് അയാൾ പറഞ്ഞത്. അങ്ങനെ ആകുന്ന സമയത്ത് അതിൻ്റെ എണ്ണം നമുക്ക് ആലോചിക്കാവുന്നതാണ്. പക്ഷേ ഒരിക്കലും അത് ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യത്തിൽ ഒരിക്കലും പുറത്തു വരില്ല. ഇത് തന്നെ ജോർജ് ബുഷ് പറഞ്ഞത് യുദ്ധമൊക്കെ അവസാനിച്ചു, സദ്ദാം ഹുസൈൻ്റെ ഭരണം വീണു, പുതിയ ഭരണം അവിടെ അധികാരത്തിൽ വന്നു, അങ്ങനെയെല്ലാം കഴിഞ്ഞു. ഏറെക്കുറെ ഒരു ശാന്തമായിരിക്കുന്ന ഒരു 6 മാസം കഴിഞ്ഞതിന് ശേഷമാണ് നഷ്ടവുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യത്തിൻ്റെ മറുപടിയിൽ ജോർജ് ബുഷ് പറഞ്ഞു ഇത്രയും സൈന്യത്തെ ഞങ്ങൾക്ക് അവിടെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. കണക്ക് പ്രകാരം നോക്കുന്ന സമയത്ത്, അതായത് അവിടെ നിന്ന് BBC-യും റോയിട്ടേഴ്സും ഒക്കെ അന്ന് റിപ്പോർട്ട് ചെയ്ത പ്രകാരം ഏകദേശം ഒരു 125 മുതൽ 200ൻ്റെ താഴെയായിട്ട് സൈനികരെ നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നാണ് അവർ സമ്മതിച്ചത്. 200 സൈനികരെങ്കിലും, അങ്ങനെയാണ് പറഞ്ഞത്. പരിക്കേറ്റവരുടെ എണ്ണത്തെക്കുറിച്ച് പറഞ്ഞാൽ ഏറെക്കുറെ ഒരു 300ഓളം സൈനികർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞ് അവസാനിപ്പിച്ചു. പിന്നീട് വന്ന റിപ്പോർട്ടാണ് 50,000-ത്തിലധികം ആളുകൾക്ക് പരിക്കേറ്റു എന്ന് മാത്രമല്ല ഏകദേശം 5000 മുതൽ 10,000 വരെ അമേരിക്കൻ സൈനികർ വികലാംഗരായി പോവുകയോ അതല്ലെങ്കിൽ ഒരു ജോലി ചെയ്ത് ജീവിക്കാൻ പറ്റാത്ത രീതിയിലുള്ള പരിസ്ഥിതി ഉണ്ടാവുകയോ ചെയ്തു. ഇറാനുമായിട്ടുള്ള ബന്ധത്തിൽ ഇപ്പോൾ പറയുന്ന കാര്യം അതിനേക്കാൾ കൂടുതൽ പരിക്കേറ്റവരും മരണപ്പെട്ടവരും ഉണ്ട് എന്നുള്ളതാണ്. അത് സ്ഥിരപ്പെടുത്തുകയും അതിന് യാഥാർത്ഥ്യമായിരിക്കുന്ന സത്യങ്ങൾ അറിയുകയും ചെയ്യണമെങ്കിൽ ഒരു 6 മാസമൊക്കെ കഴിയേണ്ടി വരും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത്. എന്നാൽ ഇസ്രായേലിനോ അതിനേക്കാൾ കൂടുതലാണ് എന്നുള്ളതാണ്. ഇനി അടുത്തൊരു വിഷയം കൂടി ഇവിടെ വരുന്നുണ്ട്. ഇറാൻ്റെയോ ഇസ്രായേലിൻ്റെയോ അമേരിക്കയുടെയോ സൈനികർ ഇപ്പോൾ ഇറാൻ്റെ കൈവശത്തിലുണ്ട് എന്ന റിപ്പോർട്ടും ഇതിൻ്റെ ഇടയിൽ തന്നെ ഉണ്ട്. അപ്പോൾ അവരെ കൈമാറ്റവുമായിട്ട് ബന്ധപ്പെട്ട വിഷയം ഒരുപക്ഷെ അത് രഹസ്യമാക്കി വെക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇറാൻ അത് പരസ്യമായിട്ട് പറയുകയും ചെയ്യും. കാര്യം അവർ ഒറ്റയ്ക്ക് നേടിയിരിക്കുന്ന ഒരു വിജയമുണ്ട്. ഇറാൻ എന്ന് പറയുന്ന രാജ്യം ഒറ്റയ്ക്ക് അമേരിക്കയോടും ഇസ്രായേലിനോടും ലോകത്തിൽ ഏറ്റവും വലിയ സൈനിക ശക്തിയും ലോകത്തിൽ ഏറ്റവും വലിയ ബുദ്ധിശക്തിയുമുള്ള 2 രാജ്യങ്ങളോട് നേർക്കുനേരെ മുഖാമുഖം ഏറ്റുമുട്ടി വിജയിച്ചു എന്ന് മാത്രമല്ല 18ഓളം രാജ്യങ്ങൾ ഇതിനിടയിൽ ഇറാൻ ആക്രമിച്ചു. അതിനുമപ്പുറം ഒരു രാജ്യം പോലും അമേരിക്കയോടൊപ്പം ചേർന്നുകൊണ്ട് ഇറാനെതിരെ യുദ്ധത്തിന് തയ്യാറാണ് എന്ന് പറഞ്ഞിട്ടില്ല എന്നൊരു പ്രത്യേകതയും ഈ യുദ്ധത്തിനുണ്ട്. അമേരിക്കയുടെ ചരിത്രത്തിൽ ഇങ്ങനെ ഒറ്റപ്പെട്ടു പോകുന്ന ഒരു യുദ്ധത്തെ അഭിമുഖീകരിച്ചിട്ടില്ലെന്ന് അമേരിക്കയുടെ പ്രതിനിധി തന്നെ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞു. തങ്ങൾ അഭിമുഖീകരിക്കപ്പെട്ട പല യുദ്ധത്തിലും ഞങ്ങളോടൊപ്പം നിൽക്കുന്ന ഒരു സ്ഥിതിവിശേഷം ലോകരാജ്യങ്ങൾക്കുണ്ടായിട്ടുണ്ട്, യൂറോപ്യൻ രാജ്യങ്ങൾക്കുണ്ടായിട്ടുണ്ട്, നാറ്റോ സഖ്യത്തിനുണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ അമേരിക്ക പറഞ്ഞ 48 മണിക്കൂറിനിടെ ഹോർമുസ് തുറക്കാൻ വേണ്ടിയിട്ട് ഇറാൻ ശ്രമിച്ചിട്ടില്ലെങ്കിൽ അതിൻ്റെ പ്രത്യാഘാതം ഉണ്ടാവും എന്ന് പറഞ്ഞു. ഇവരോട് നാറ്റോ സഖ്യത്തോട് കപ്പലിനാക്കാൻ വേണ്ടി പറഞ്ഞു. കപ്പൽ അയക്കണോ വേണ്ടേ എന്ന കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കാൻ വേണ്ടി അവർക്ക് സാധിക്കാതെ വന്നു. അങ്ങനെയാണെങ്കിൽ കപ്പൽ അയക്കാം എന്നുള്ളിടത്തേക്ക് എത്തി. കപ്പൽ അയക്കാം എത്തിയ സമയത്ത് പിന്നീട് അതിന് മറുപടി പറഞ്ഞത് റഷ്യയാണ്. അതോടുകൂടി റൂട്ട് മാറി. ഇറാനെ സംരക്ഷിക്കുക എന്നുള്ളത് ഞങ്ങളുടെ ബാധ്യതയാണ്. അത്തരം ഒരു നിലപാട് യൂറോപ്യൻ രാജ്യങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടായാൽ തീർച്ചയായിട്ടും ഇറാനെ സംരക്ഷിക്കാൻ വേണ്ടി തങ്ങൾ സൈനിക കപ്പൽ അയക്കുന്നതാണ്. അതോടുകൂടി യുദ്ധത്തിൻ്റെ രൂപത്തിന് വലിയ മാറ്റങ്ങൾ വരികയാണ്. ഈ ഒരു വിവരം പുറത്തു വന്നതോടുകൂടി നാറ്റോ സഖ്യ കപ്പൽ അയക്കുന്ന പരിപാടി നിർത്തിവെച്ചു. ഞങ്ങൾ തൽക്കാലത്തേക്ക് അയക്കുന്നില്ല, ഇനിയൊരു പ്രതിസന്ധി ഘട്ടം ഉണ്ടാവുകയാണെങ്കിൽ ആ സമയത്ത് ആലോചിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് അവർ ഒഴിഞ്ഞു മാറി എന്നാണ് നമുക്ക് അറിയാൻ വേണ്ടി സാധിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഭയപ്പാടായിരിക്കുന്നു. ഇപ്പോഴും ഇറാൻ ഇപ്പോൾ പറയുന്ന കാര്യം എന്താ, 30% ആയുധങ്ങൾ മാത്രമേ തങ്ങൾ പുറത്തെടുത്തിട്ടുള്ളൂ, 70% ബാക്കിയാണ്. അമേരിക്ക ഇസ്രായേലും പറയുന്നത് 75% ഞങ്ങൾ നശിപ്പിച്ചിരിക്കുന്നു, അവരുടെ കയ്യിലൊന്നുമില്ല. അവരുടെ കയ്യിലൊന്നുമില്ലാതിരുന്നിട്ടാണ് ഇന്നലെ രാത്രി നാശമാക്കുന്ന രീതിയിൽ നരകമുണ്ടാക്കി എന്നാണ് പറയുന്നത് തെല്ലവീവിൻ്റെ ഭാഗങ്ങളിലൊക്കെ. ആ തരത്തിലുള്ള ആക്രമണം നിരന്തരം ഈ മിസൈലുകൾ പ്രവഹിച്ചു കൊണ്ടേയിരുന്നു. 60-ലധികം ബിൽഡിങ്ങുകൾ കാണുന്നില്ല, 100 കണക്കിന് ആളുകളെ ഇസ്രായേലിയരെ കാണുന്നില്ല എന്ന റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വന്നു. ഇപ്പോൾ അവരുടെ ബന്ധുക്കൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചെതറിയിട്ട് ബന്ധുക്കളെ തിരയുന്ന രീതിയിലുള്ള തിരക്കിലാണ്. വീടുകൾ നഷ്ടപ്പെട്ടതിൻ്റെ കണക്ക് ഇപ്പോൾ ഇല്ല. 100,000-ലധികം ആളുകൾ ഭവനരഹിതരായി എന്ന് ഈ ഇസ്രായേൽ തന്നെ സ്ഥിരീകരിച്ചു. അവർക്ക് താൽക്കാലിക ടെൻറ്റുകൾ കെട്ടിയിരിക്കുന്നു, സുരക്ഷിതമായ ഇടത്തിലേക്ക് മാറ്റാമെന്നുള്ളതാണ്. ഗസ ഏതാണ്, ഇസ്രായേലിൻ്റെ തലസ്ഥാനമായിരിക്കുക തെല്ലവീവ് ഏതാണ് എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത വിധം ബിൽഡിങ്ങുകളെ പൊട്ടിച്ചെടുത്തു എന്നുള്ളതാണ്.
അപ്പോൾ ചെറിയ രീതിയിലല്ല, വെറുതെ പൊട്ടിട്ട് പൊളിഞ്ഞു പോകുന്നതല്ല, അതിങ്ങനെ ആകാശത്തൂടെ ചെതറിത്തെറിക്കുന്ന രീതിയിൽ അതിശക്തമായിരിക്കുന്ന ആക്രമവും സ്ഫോടനവും ആ മേഖലയിൽ നിരന്തരം എന്ന പോലെ നടന്നു വരും. നമ്മളിപ്പോൾ സംസാരിക്കുന്ന സമയത്ത് ആക്രമിക്കുകയാണ്. ഇറാനെ സംബന്ധിച്ചിടത്തോളം അവർ ജോലിയും ഓവർ ടൈമും ചെയ്യുന്നു. നിലക്കാത്ത രീതിയിൽ അക്രമത്തിൻ്റെ പെരുമയെ വർഷിച്ചുകൊണ്ട് ഇറാൻ എന്ന് പറയുന്ന രാജ്യം ഭൂമുഖത്തുണ്ടോ ഇല്ലേ എന്ന് സംശയിക്കുന്ന തരത്തിലാണ് ഇറാൻ്റെ ആക്രമണത്തിൻ്റെ പെരുമയുണ്ടായത്. ഒരു രാജ്യവും പരസ്യമായ രീതിയിൽ ഇറാനെതിരെ ഞങ്ങൾ ഒരുമിച്ച് നിൽക്കുന്നു എന്ന് പറയാൻ ധൈര്യമില്ലാത്ത വിധം ഏതെങ്കിലും മേഖലയിൽ നിന്ന് ഇറാന് നേരെ എന്തെങ്കിലും വിഷയം ഉണ്ടാവുകയാണെങ്കിൽ ആ രാജ്യത്തെ തന്നെ ആക്രമിച്ചു. തുർക്കി 2 പ്രാവശ്യം ആക്രമിച്ചു. അതിർത്തി പങ്കിടുന്ന അസർബൈജാൻ ആക്രമിച്ചു. കാരണം അവിടുന്ന് ആക്രമണം ഉണ്ടായിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അറേബ്യൻ രാജ്യത്തുള്ള എല്ലാ രാജ്യങ്ങളെയും ആക്രമിച്ചു. അതിൽ ജോർദാനുണ്ട്, സൗദി അറേബ്യ ഉണ്ട്, ഖത്തറുണ്ട്, ഒമാനുണ്ട്, ബഹ്റൈൻ ഉണ്ട്, UAE ഉണ്ട്. ഒമാൻ എന്ന് പറഞ്ഞാൽ ഇവർ സൗഹൃദ രാജ്യമാണ്. സൗദി രാജ്യത്തിന് ഭൂമിയിലേക്ക് കയറി ആക്രമിച്ചിട്ടില്ല, പകരം അപ്പുറത്തുള്ള കപ്പലുണ്ടായിരുന്നു, ആ കപ്പലിന് നേരെ ആക്രമണം നടത്തി. അതെന്തിനാ? അത് തൊട്ടടുത്ത ദിവസം ഇറാൻ്റെ കടലിലൂടെ പോകേണ്ട കപ്പലാണ്. അപ്പോൾ ആ കപ്പലിന് നേരെ ആക്രമണം നടത്തിയാൽ പിന്നെ ആ വൈക്ക് അവർ വരില്ലല്ലോ. അതുകൊണ്ട് എന്ത് ചെയ്തിട്ടുണ്ട്? ആ കപ്പലിന് നേരെയും അവർ ആക്രമണം നടത്തി. ഓർമൂസ് കടൽ വരെ നിങ്ങൾ വരണ്ട, അതിന് സമയമില്ല. എന്ത് ചെയ്യാമെന്നറിയോ? ഞങ്ങൾ ആക്രമണം നടത്തി കഴിഞ്ഞാൽ ഓർമൂസ് കടലിലേക്ക് വേറെ ഏതോ ഭാഗത്തോട്ട് വേറെ ഏതോ കപ്പൽ വരികയാണെങ്കിൽ അവർ ആക്രമിക്കാമല്ലോ എന്ന് പോലും പറഞ്ഞു വെച്ചു. ഒരു ഗെയിം പോലെയാണ് ഈ വിഷയം ഇറാൻ കൈകാര്യം ചെയ്തത് എന്ന് ചുരുക്കം.